കോഴി. ഇവന്റെ കലാപരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവിലെ മരത്തിന്റെ മേലെ നിന്നാണ്ട് ഒളിഞ്ഞു നോക്കുക, അയലക്കത്തെ പേരെ കുളിമുറിയിൽ പോയിട്ട് ഒളിക്യാമറ ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷെ അവരുടെ തലവര അത്രയും അടിപൊളിയായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പിടിക്കും. മുമ്പ് പോലെ മരത്തിന്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കുളി നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത് കൊമ്പൊടിഞ്ഞ് താഴ്ത്തിക്കോടോ കടവിലെ പെണ്ണുങ്ങൾ ഇട്ട് പെരുമാറി. അതുപോലെ തന്നെ അയലക്കത്ത് ഈ കുളിമുറിയിൽ ഫോൺ വെച്ച് പറഞ്ഞില്ലേ, അവിടുന്ന് ബെല്ലടിച്ചപ്പോൾ താത്ത നിർത്തി നോക്കിയപ്പോൾ ഇവന്റെ പ്രൊഫൈൽ ഫോട്ടോ. അങ്ങനെ അത് ആകെ സീനായി, നാട്ടുകാരോണ്ട് അടിയിട്ട് അങ്ങനെ പലയിടത്തുനിന്ന് അടി കിട്ടിയപ്പോൾ ഒരു ദിവസം ഇവനോടൊരു സ്വാമി പറഞ്ഞു, എൻ്റെ നാട്ടിലൊരു സ്വാമി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഹിമാലയത്ത് പോയിട്ട് തപസ് ചെയ്യ്, അപ്പൊ ശരിയാവും, നിനക്ക് വേണ്ടത് ഭക്തിമാർഗ്ഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും സ്വാമി പറഞ്ഞല്ലേ എന്നുള്ളവർക്ക് ഇവൻ ഹിമാലയത്ത് പോയിട്ട് കുറേ ദിവസം ഇങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ അവൻ്റെ മുന്നിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവനോട് ചോദിച്ചു, എന്ത് വര വേണ്ടത് പറഞ്ഞോളൂ, പക്ഷെ ഒരൊറ്റ വരെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ ചോദിക്കുന്ന വര എന്താണെന്നറിയോ, ദൈവമേ അവിടുന്ന് എന്നെ ഒരു പാറ്റയാക്കി മാറ്റിയാലെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ദൈവം ഇവനെ കഴിഞ്ഞിട്ട് എന്താക്കി, ഒരു പാറ്റാക്കി മാറ്റി. അങ്ങനെ ഈ പാറ്റ ഇങ്ങനെ പാറി പോകും. ഇത് എവിടുക്ക പാറി പോകുന്നതെന്നറിയോ, ഇവന്റെ നാട്ടിൽ ഒരു സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചിയുണ്ട്. അപ്പൊ ആ ചേച്ചിന്റെ വീട്ടിലെ കുളിമുറിക്കാണ് ഇവൻ പോകുന്നത്. എന്തിനാ, ചേച്ചിന്റെ കുളിച്ച് ഫ്രീ ആയിട്ട് കാണാലോ, ആരുടെ നട്ടിയൊന്നും കിട്ടൂലല്ലോ, പാറ്റയാണല്ലോ, സേഫ് ആണല്ലോ. അങ്ങനെ ഇവൻ കുളിമുറിയിൽ അങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു, ചേച്ചി അകത്ത് കയറി. ചേച്ചി പതുക്കെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു മാറ്റാൻ തുടങ്ങി. ഇവന്റെ കണ്ണ് തള്ളി തുടങ്ങി. തിളക്കം. എന്ത് സംഭവം മനസ്സിലായോ? സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട.